ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ കുറച്ചു കാലം ദുബായിലുണ്ടായിരുന്നു. ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാൻഡ്കോം റിയൽ എസ്റ്റേറ്റ് തന്നെ കമ്പനീൻ്റെ പേര്. ഓക്കെ, ദുബായ് സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എൻ്റെ കമ്പനി ഉണ്ടായിരുന്നത്, ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് എന്താണ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ പോസിബിലിറ്റീസ്, അതിൻ്റെ ഓപ്പറേഷൻസ്, ഇതിനൊക്കെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ച് ഒരു ലളിതമായിട്ട് ഞാനാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ദുബായിലെ റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ വൺ ഓഫ് ബെസ്റ്റ് ഒരു സെക്ടറാണ്. അത് നമ്മൾ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതിനൊരുപാട് ഒരു ബിഗ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ടറും അതുപോലെ തന്നെ നമുക്ക് മണി ഏൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൽ ലൈക്ക് ദ പോയിൻറ്റ്സ്, ദുബായിൽ പ്രധാനമായും നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശമുള്ളത്. അതിൽ ഫ്രീ ഹോൾഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഫ്രീ ഹോൾഡ് എന്ന് വെച്ചാൽ ഈ വിദേശികൾ, അതായത് പുറത്തുനിന്ന് വരുന്ന എക്സ്പേർട്സ്, അതായത് ഈ എക്സ്പേർട്സിന് പ്രോപ്പർട്ടിയും അതിലിരിക്കുന്ന ഭൂമിയും പൂർണ്ണ ഉടമസ്ഥാവകാശത്തോടെ നമുക്ക് വാങ്ങാം. അതായത് നമുക്കൊരു ലൈഫ് ലോങ് പ്രോപ്പർട്ടി അവിടെ നമുക്ക് പഠിക്കാം. ലോക്കൽസിനെ പോലെ തന്നെ എക്സ്പേർട്സിനും നമുക്ക് പ്രോപ്പർട്ടി പഠിക്കാം.